ഹായ് ഗായ്സ്, നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. കുറച്ച് ദിവസത്തെ ഒരു ഡിലേ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. നമ്മളെ ക്യാമറയ്ക്ക് ചെറിയൊരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതൊന്ന് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത സമയമാണ്. കഥകളൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ ലാബില്ല, ഒരു തിയറിറ്റിക്കൽ സെഷൻ മാത്രമാണ്. പഴയ കാലത്തെ ഇൻ്റർനെറ്റ് കണക്ഷൻ ടൈപ്സും പുതിയ കാലത്തെ ഇൻ്റർനെറ്റ് കണക്ഷൻ ടൈപ്സിനെ കുറിച്ചുമാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പ്ലോറിംഗ് ദ വേൾഡ് ഓഫ് ഇൻ്റർനെറ്റ് കണക്ഷൻസ് എന്നാണ് ഇന്നത്തെ ടോപ്പിക്കിന് ഞാൻ കൊടുക്കുന്ന പേര്. എക്സ്പ്ലോറിംഗ് ദ വേൾഡ് ഓഫ് ഇൻ്റർനെറ്റ് കണക്ഷൻസ്. ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഭാഗത്തെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ട്രഡീഷണൽ ഇൻ്റർനെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ലെഗസി ഇൻ്റർനെറ്റ് കണക്ഷൻസ്, അതൊരു സെഷൻ. അത് കഴിഞ്ഞിട്ട് വരുന്നത് മോഡേൺ ഇൻ്റർനെറ്റ് കണക്ഷൻസ്. പിന്നീട് ഇത് രണ്ടും കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഒരു ഓവറോൾ സമ്മറി പറയുന്നത് പോലെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ പിന്നീട് പറയുന്നത്. പിന്നെ ഒരു Q&A ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്നിരുന്നാൽ ഇതൊരു ലൈവ് സെഷൻ അല്ലാത്ത സ്ഥിതിക്ക് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാം. എനിക്കറിയാമെങ്കിൽ പറഞ്ഞു തരാം, ഇല്ലെങ്കിൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് പറഞ്ഞു തരാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് സെഷൻ, ട്രഡീഷണൽ നെറ്റ്വർക്ക് കണക്ഷൻ ടൈപ്സ്. എന്തൊക്കെയായിരുന്നു പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ട്രഡീഷണൽ കണക്ഷൻസ്, ഇൻ്റർനെറ്റ് കണക്ഷൻ ടൈപ്സ്. മൊത്തത്തിൽ ഞാൻ ഓവറോൾ പറയുകയാണെങ്കിൽ ട്രഡീഷണലായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഡയലപ്പ് കണക്ഷൻസ് ഉപയോഗിച്ചിരുന്നു, DSL യൂസ് ചെയ്തിരുന്നു, കേബിൾ ഇൻ്റർനെറ്റ് ആക്സസ്, ISDN, ഇങ്ങനെ 4 തരത്തിലുള്ളതായിരുന്നു എൻ്റെ അറിവിൽ ഉള്ളത്. മേ ബി ഇനി കൂടുതലുണ്ടാവാം. ഇതാണ് നമ്മൾ ഇന്ന് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 4 ഏതൊക്കെയാണ്? ഡയലപ്പ് കണക്ഷൻസ്, DSL കണക്ഷൻസ്, കേബിൾ ഇൻ്റർനെറ്റ് കണക്ഷൻസ് ആൻഡ് ISDN. നമുക്ക് ആദ്യം എന്താണ് ഡയലപ്പ് കണക്ഷൻസ് എന്ന് നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട് പോയിന്റ്സ് ഒക്കെ. എല്ലാം ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമേ തരുന്നുള്ളൂ. കാരണം ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഇനിയൊരു യൂസ് ഉണ്ടാവുന്നില്ല. കാരണം ഇതൊക്കെ ട്രഡീഷണൽ ആണ്, ഔട്ട്ഡേറ്റഡ് ടെക്നോളജീസ് ആണ്. ഇപ്പോൾ ആരും തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ചും ഇൻ ഫ്യൂച്ചർ അതെല്ലാം ഔട്ട്ഡേറ്റഡ് ആയി മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഓവർവ്യൂ, ഒരു മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് കവർ ചെയ്ത് പോകുന്നത്. എന്താണ് ഡയലപ്പ് കണക്ഷൻസ്? ഡയലപ്പ് കണക്ഷൻ നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് ഡയലപ്പ് കണക്ഷനിലൂടെ ആയിരുന്നു പണ്ട് കാലത്ത് കിട്ടിയിരുന്നത്. ആ സമയത്ത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ എല്ലാം വീടുകളിൽ ലാൻഡ് ലൈൻ കണക്ഷൻസ് ഉണ്ടായിരുന്നു പണ്ട്. സോ ഈ ലാൻഡ് ലൈൻ കണക്ഷനിലൂടെ കിട്ടുന്ന ഇൻ്റർനെറ്റ് ആണ് ഡയലപ്പ് കണക്ഷൻ. പഴയ കാലത്ത് കിട്ടിക്കൊണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു നമ്പർ അതിൽ ഡയൽ ചെയ്ത് ആ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ സ്പെസിഫിക് നമ്പർ ഡയൽ ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് കിട്ടും. ആ സമയത്ത് നമുക്ക് ഫോൺ കോൾ ആക്ടിവിറ്റീസ് നടത്താൻ പറ്റില്ല. അതായത് സൈമൾട്ടേനിയസ്ലി നമുക്ക് 2 സർവീസും യൂസ് ചെയ്യാൻ പറ്റില്ല. ഐദർ ഡേറ്റ ഓർ ദ കോളിംഗ്. ഇങ്ങനെ ഈ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ചീപ്പറായിരുന്നു. അതായത് തന്നെ കോസ്റ്റ് വളരെ കുറവായിരുന്നത് കൊണ്ട് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു കണക്ഷൻ ആയിരുന്നു. സ്പീഡ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഏത് ടെക്നോളജി വന്നാലും അതിൻ്റെ ആദ്യകാലത്തെ വേർഷൻസിനൊക്കെ സ്പീഡ് വളരെ കുറവായിരിക്കും. എക്സ്പെക്റ്റഡ് ആണ്. പക്ഷേ പിന്നീടാണല്ലോ മാറ്റങ്ങളൊക്കെ വരുന്നത്. പിന്നീട് വന്നതാണ് ഈ ഡയലപ്പ് കണക്ഷൻസ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് വേർഷനാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. DSL, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്നാണ് DSLൻ്റെ ഫുൾ ഫോം. എന്താ? ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്നാണ് DSLൻ്റെ ഫുൾ ഫോം. ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ, ഞാൻ ആദ്യമായിട്ട് ഇതിൽ പോയിന്റ് കൊടുത്തിരിക്കുന്നത് തന്നെ ഓൾവേസ് ഓൺ ഇൻ്റർനെറ്റ് എന്നാണ്. നിങ്ങൾ ആ പേര് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും അടിക്കേണ്ട. ഓൾവേസ് ഓൺ ഇൻ്റർനെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലായ്പ്പോഴും, അതായത് ലാൻഡ് ലൈൻ ഉപയോഗിക്കുമ്പോഴും ഉപയോഗിക്കാത്തപ്പോഴും ഇൻ്റർനെറ്റ് കിട്ടും എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ കേബിൾ കട്ട് ഉണ്ടായാലും ഇൻ്റർനെറ്റ് കിട്ടുമെന്നല്ല. അതായത് സർക്യൂട്ടും ഡിവൈസുകളും എല്ലാം പെർഫോമിങ് വെൽ ആണെങ്കിൽ നമുക്കതിലൂടെ എപ്പോഴും നെറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അതായത് ഡയലപ്പ് കണക്ഷൻസിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് ഈ DSL എന്ന് പറയുന്നത്. ഈ DSLൻ്റെ സമയത്ത് നമുക്ക് ലാൻഡ് ലൈൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ലാൻഡ് ഫോണിൻ്റെ അതേ ലാൻഡ് ലൈൻ കണക്ഷൻ തന്നെ ഇൻ്റർനെറ്റ് സർവീസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഈ ഡയലപ്പ് കണക്ഷൻസ് ഉപയോഗിച്ചവർക്ക് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാവുന്നത് കൊണ്ട് നമ്മൾ DSLലോട്ട് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ തന്നെ അവർക്ക് വലിയൊരു ഗെയിം ചേഞ്ചർ ആയിരുന്നു അത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെലിഫോൺ എല്ലായിടത്തും ഉള്ളത് കൊണ്ട് തന്നെ അത് വൈഡ്ലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ടെക്നോളജിയായി മാറി. പിന്നീട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 128 kbps മുതൽ ഒരു 8 MB വരെ ആയിരുന്നു ഇതിൻ്റെ സ്പീഡ് റേഞ്ച് വരിക. അതായത് കോൺസ്റ്റൻ്റ് എന്നല്ല പറയുന്നത്, 128 kbps മുതൽ നമുക്ക് 8 MB/s വരെ നമുക്ക് ഇതിൻ്റെ സ്പീഡ് ലഭ്യമായിരുന്നു. അതായിരുന്നു അതിൻ്റെ ഒരു സ്പീഡ് ലിമിറ്റ്. നമുക്ക് ആ ഒരു സ്പീഡിലായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. മുൻപത്തെ കാലത്തെ ഡയലപ്പ് പോലെ നമ്പർ ഒന്നും ഡയൽ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ഇൻ്റർനെറ്റ് ഇതിൽ കിട്ടിക്കൊണ്ടിരുന്നു. ഇതിൻ്റെ റിലയബിലിറ്റി കാരണം ഇതിനൊരു വലിയൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വൈഡ്ലി അക്സെപ്റ്റബിൾ ആയി ഈ ടെക്നോളജി.
ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഡയലോഗ് കണക്ഷൻ കഴിഞ്ഞിട്ട് DSL വന്നു. ഡയലോഗ് കണക്ഷനിൽ നമ്പർ ഡയൽ ചെയ്യണം, അറ്റ് എ ടൈം ഒരു സർവീസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനത്തെ ഡ്രോബാക്ക് എല്ലാം മാറ്റിക്കൊണ്ട് കുറച്ചും കൂടെ സ്പീഡായിട്ട് നമുക്ക് അടുത്തത് വന്നതാണ് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. നമ്പർ ഡയൽ ചെയ്യേണ്ട, പക്ഷേ ഉപയോഗിക്കുന്നത് സെയിം ലാൻഡ് ലൈൻ നെറ്റ്വർക്കാണ്. സ്പീഡ് കുറച്ചും കൂടെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. സൈമൾട്ടേനിയസ്ലി വോയിസും ഡേറ്റയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വോയിസ് എന്ന് ഉദ്ദേശിക്കുന്ന ടെലിഫോൺ ആക്ടിവിറ്റിയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് കേബിൾ ഇൻ്റർനെറ്റ് ആക്സസ്. നമ്മളെല്ലാവരും തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷനാണ്. ഇനി നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും ആ കേബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൊയാക്സിൽ കേബിളിലൂടെ കിട്ടുന്ന ഇൻ്റർനെറ്റിനെയാണ് കേബിൾ ഇൻ്റർനെറ്റ് ആക്സസ് എന്ന് സാധാരണഗതിയിൽ പറയുന്നത്. ഈ കൊയാക്സിൽ കേബിൾ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മളുടെ പഴയ ടി വികളിലൊക്കെ ഇല്ലേ, അതായത് സെക്യൂർ CRT ടി വികളിലൊക്കെ ഇപ്പോൾ അതിൻ്റെ ബാക്കിൽ കേബിൾ കണക്ട് ചെയ്യാൻ നമ്മൾ കേബിൾ TV എന്ന് പറയുന്ന അതേ സാധനം തന്നെ, ആ കേബിളിലൂടെ വരുന്ന സിഗ്നലിലൂടെ ഇൻ്റർനെറ്റ് കിട്ടുന്നതിനാണ് കേബിൾ ഇൻ്റർനെറ്റ് ആക്സസ് എന്ന് പറയുന്നത്. ഇതിന് മുമ്പത്തെ പഴയ 2 ലെഗസി ടെക്നോളജി വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സ്പീഡ് വീണ്ടും അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ ഒരു വൈഡ് ഓഡിയൻസ് ഇതിനുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, അതായത് കേബിളിലൂടെ കിട്ടുന്ന ഇൻ്റർനെറ്റ് ആയിരുന്നു ഈ കേബിൾ ഇൻ്റർനെറ്റ് ആക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത്. DSLൻ്റെ സ്റ്റാർട്ടിംഗ് സ്പീഡ് 128 KB ആണെങ്കിൽ ഇതിൻ്റെ നമ്മളുടെ കേബിൾ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 512 KB to 20 Mbps ആണ്. അതായത് ഇത് എല്ലാവർക്കും ഒരേ സ്പീഡ് കിട്ടുമെന്നല്ല, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്ലാനിനനുസരിച്ച് നമുക്ക് ഈ സ്പീഡ് വേരി ആവും. ഇപ്പോഴത്തെ കാലത്തെ പോലെ തന്നെ ഇപ്പോഴും കേബിൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതൊരു ലെഗസി അല്ലെങ്കിൽ ട്രഡീഷണൽ ടെക്നോളജി ആയിട്ട് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വീണ്ടും കാലങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി, ടെക്നോളജീസ് മാറി. ഇപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ ട്രഡീഷണൽ ടെക്നോളജി കഴിഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ കേബിൾ ഇൻ്റർനെറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റ് 2 പഴയകാല ടെക്നോളജിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേബിൾ ഇൻ്റർനെറ്റ് ആക്സസിന് ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്, അതായത് മൾട്ടി യൂസർ ആക്സസ്. ഇതിന് മുമ്പത്തെ എല്ലാം നമ്മളൊരു കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്താൽ ആ കമ്പ്യൂട്ടർ മാത്രമായിരുന്നു ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനുള്ള ഒരു പ്രൊഫിഷ്യൻസി ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഇത് മൾട്ടിപ്പിൾ യൂസേഴ്സിന് ടെതർ ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ പോസിബിലിറ്റി വന്നു. അതുകൊണ്ട് തന്നെ ഒരേ ഇൻ്റർനെറ്റ് കണക്ഷൻസ് മൾട്ടി യൂസർ ആക്സസിലേക്ക് മാറി. ഈ കേബിൾ ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ വന്നതോടുകൂടി പിന്നീടുള്ള ഒരു ടെക്നോളജിയാണ് ISDN, ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഈ ISDN എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് നെറ്റ്വർക്കാണ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, എപ്പോഴും ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജി, അതായത് പാക്കറ്റ് സ്വിച്ചിങ്, സർക്യൂട്ട് സ്വിച്ചിങ്, ഈ 2 ടെക്നോളജിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ISDN വർക്ക് ചെയ്യുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ISDN ഒരു സർക്യൂട്ട് സ്വിച്ച്ഡ് ടെലിഫോൺ നെറ്റ്വർക്ക്, ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ടെലിഫോൺ നെറ്റ്വർക്ക് സിസ്റ്റം തന്നെയാണ്. ഈ സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്കിലൂടെ പാക്കറ്റ് സ്വിച്ചിങ്ങും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡേറ്റയും വോയിസും പാക്കറ്റ് സ്വിച്ചിങ്ങിലൂടെയും ട്രാൻസ്ഫർ ചെയ്യാൻ ഇതിനെക്കൊണ്ട് സാധിച്ചിരുന്നു. അതിൻ്റെ ഈ ഒരു കാരണത്താൽ തന്നെ അതിൻ്റെ ക്വാളിറ്റി ഓഫ് സർവീസ് വളരെ മികച്ചതായിരുന്നു കമ്പയർ ടു അതർ ട്രഡീഷണൽ ടെക്നോളജീസ്. ഈ ISDNൽ BRI PRI എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടേംസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, കുറച്ച് ടേംസ് ഒക്കെ മനസ്സിലാക്കാനുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഇപ്പോഴത്തെ കാലത്തുണ്ടെന്ന് വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും കവർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അതായത് ഹൈബ്രിഡ് ആയിട്ടുള്ളൊരു മോഡലാണ് ഈ ISDN. പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് ടെലിഫോൺ നെറ്റ്വർക്കിലൂടെ നമുക്ക് പാക്കറ്റ് സ്വിച്ചിങ് പോസിബിൾ ആക്കി, കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള ഒരു ഡേറ്റ ട്രാൻസ്മിഷൻ നമുക്ക് പോസിബിൾ ആക്കി. വോയിസ്, വീഡിയോ, ഡേറ്റ ഇതെല്ലാം നമുക്ക് ഈ ഡിജിറ്റലി ഇതുവഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയിരുന്നു. BRI PRI എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടൈംസ് ഒക്കെ നമുക്ക് ഇതിന് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുകയാണെങ്കിലുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനത് സ്കിപ്പ് ചെയ്യാണ്. സോ ഇതൊക്കെയാണ് നമ്മളുടെ ട്രഡീഷണൽ ഇൻ്റർനെറ്റ് ടൈപ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡേൺ ഇൻ്റർനെറ്റ് ടെക്നോളജീസിനെ കുറിച്ചാണ്, അല്ലെ മോഡേൺ ഇൻ്റർനെറ്റ് കണക്ഷൻസ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻസ് പർച്ചേസ് ചെയ്യുന്നത്. ഇതൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. എന്നിരുന്നാലും ചുമ്മാ ഒരു പോയിന്റ്സ് മാത്രമായിട്ട് കവർ ചെയ്യാം. ഇന്നത്തെ നമ്മൾ ആദ്യമായിട്ട് മോഡേൺ ഇൻ്റർനെറ്റ് കണക്ഷൻ ടൈപ്സിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി വന്നിട്ടുണ്ടാവും ബ്രോഡ്ബാൻഡ് കണക്ഷൻസ്. എന്താണ് ബ്രോഡ്ബാൻഡ് കണക്ഷൻസ്? ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ആണ്, ഹൈലി അവൈലബിൾ ആണ്. നോർമലി എല്ലാവരും ഫൈബേഴ്സാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫൈബറിലൂടെ എന്ത് തരത്തിലാണ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ലൈറ്റ് സിഗ്നൽസ് ആണ് ഫൈബേഴ്സിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ വേഗത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളുടെ സിഗ്നൽസ് പെട്ടെന്ന് ഓപ്പോസിറ്റ് എൻഡിൽ റീച്ച് ആകുകയും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റ് ആകുകയും ചെയ്യുന്നു. അതായത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ കുഞ്ഞുനാളിൽ ഫിസിക്സിലൊക്കെ. അതൊക്കെ തന്നെ, അതായത് ഒരു ഗ്ലാസ് പൈപ്പിലൂടെ ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള നമ്മുടെ തലയുടെ മുടിയുടെ ഒക്കെ സൈസ് മാത്രമുള്ള ഒരു ഗ്ലാസ് പൈപ്പിലൂടെ നമ്മളൊരു ലൈറ്റ് സിഗ്നൽ പാസ് ചെയ്യുന്നു, അത് അവിടെ എത്തുന്നു. അങ്ങനെ
ഫൈബറിലൂടെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അത് നമുക്ക് നമ്മൾ ISP എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിനെ ഷോർട്ടായിട്ട് പറയുന്നതാണ് ISP എന്ന്. ടാറ്റ ഒരു ISP ആണ്, എയർടെൽ ഒരു ISP ആണ്, ജിയോ ഒരു ISP ആണ്, ഈവൻ AT&T, വെറൈസൺ എല്ലാം ISPകളാണ്. ഇവരെല്ലാം നമുക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇവരെല്ലാം ഒരു നെറ്റ്വർക്ക് അവരുടേതായിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പാൻ ഇന്ത്യ അല്ലെങ്കിൽ വേൾഡ് വൈഡ്. ഇതിൽ നിന്ന് നമുക്ക് ആ ഇൻ്റർനെറ്റിലോട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഗേറ്റ് വേ നമുക്ക് തുറന്നു തരുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്നു, അത് മാത്രമേ ഉള്ളൂ. എൻ്റെ ലിസ്റ്റിൽ അതുകൊണ്ട് തന്നെ എൻ്റെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് കണക്ഷൻസിനെയാണ്. ഞാൻ പോയിന്റ്സ് ഒക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. നമ്മൾ ജീവിക്കുന്ന ഈ കാലം ഡിജിറ്റൽ യുഗമാണെന്ന് വേണേൽ പറയാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിലെല്ലാം സ്മാർട്ട് ഡിവൈസുകളും വീടുകളിലെല്ലാം സ്മാർട്ട് ഗാഡ്ജറ്റ്സും ഒക്കെ ആയിട്ടുണ്ട്. എല്ലാം സ്മാർട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഇൻ്റർനെറ്റ് ആക്സസ് വേണം. സോ വൈഡ് ബാൻഡ് വിഡ്ത്ത് ഒന്നുമില്ല, കപ്പാസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അതായത് ഒരു പൈപ്പിലൂടെ വെള്ളം പോകണമെങ്കിൽ ചെറിയ പൈപ്പാണെങ്കിൽ കുറച്ച് വെള്ളം മാത്രമേ പോവുള്ളൂ. വലിയ പൈപ്പാണെങ്കിൽ അതിലൂടെ പോകുന്ന ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സ്പീഡിനോടൊപ്പം തന്നെ അതിൻ്റെ ബാൻഡ് വിഡ്ത്തും കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് ഇൻ്റർനെറ്റ് ബൈ ചെയ്യുമ്പോൾ. അതായത് എനിക്ക് എത്ര MB സർക്യൂട്ട് വേണം, അല്ലെങ്കിൽ എത്ര MB പൈപ്പിൻ്റെ ഡയമീറ്റർ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് എത്ര കപ്പാസിറ്റി ഉള്ള ഫൈബർ വേണമെന്ന് ചൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ ബാൻഡ് വിഡ്ത്ത്, വൈഡ് റേഞ്ച് ഓഫ് ബാൻഡ് വിഡ്ത്ത് ഇപ്പോഴത്തെ ഈ ബ്രോഡ്ബാൻഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പീഡ് അതുകൊണ്ട് തന്നെ വളരെ കൂടുതലാണ്, ബോട്ടിലിനൊക്കെ ഒന്നും ഉണ്ടാകുന്നില്ല. മൾട്ടി യൂസർ, മുമ്പേ നമ്മൾ കേബിൾ TVയുടെ കാര്യം പറഞ്ഞ ഒരു കാര്യമാണ് മൾട്ടി യൂസർ ആക്സസ്. അതുകൊണ്ട് തന്നെ ഒരുപാട് യൂസേഴ്സിന് ഒറ്റ ടൈം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയിലോട്ട് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലാൻഡിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും തന്നെ ഇൻ്റർനെറ്റ് സിമ്പിളി ആക്സസ് ചെയ്യാൻ പറ്റും ഈ മോഡേൺ ഇൻ്റർനെറ്റിൽ കണക്ഷൻസിൽ. ഇതിന് മുമ്പത്തെ കാലത്തൊക്കെ ഞാൻ പറഞ്ഞ പോലെ kbps to mbps ഒക്കെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഗിഗും 100 gig 1000 gig ഒക്കെ മാറിയിട്ടുണ്ട് സ്പീഡ് റേഞ്ച്. നമുക്ക് വലിയ കോർപ്പറേറ്റുകളൊക്കെ വാങ്ങിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ ബാൻഡ് വിഡ്ത്തും സ്പീഡും ഒക്കെ വളരെ കൂടുതലായിരിക്കും. വീട്ടിലോട്ടൊന്നും നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു 100 Mbps കണക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഓടിച്ചു പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ യൂസേഴ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് സ്ലോനെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്തത് വന്നിട്ട് സാറ്റലൈറ്റ് കണക്ഷനാണ്. സാറ്റലൈറ്റ് കണക്ഷൻ നമ്മൾ അതിന് മാത്രം ഉപയോഗിക്കുന്നില്ല, പക്ഷേ എന്നിരുന്നാലും മറ്റു രാജ്യങ്ങൾ നമ്മളെ അപേക്ഷിച്ച് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ടെസ്ലയൊക്കെ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞുള്ള ഡയറക്റ്റ് സാറ്റലൈറ്റിൽ നിന്ന് ഇൻ്റർനെറ്റ് ആക്സസ് കിട്ടുന്ന പോലെയുള്ള ആൻറ്റനാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ വീട്ടിലെ കേബിൾ ഡിഷ് ഒക്കെ ഇല്ലേ, കേബിൾ ഡിഷ് അല്ലെങ്കിൽ സൺ ഡയറക്റ്റ് ഇതുപോലത്തെയൊക്കെ ഡിഷ് പോലെ നമ്മളുടെ വീട്ടിലെ ഈ ഡിഷ് TVക്കൊക്കെ ഡിഷ് ടെറസിന് മുകളിൽ വെക്കുന്ന പോലെ തന്നെ ഈ ടെറസിൽ കൊണ്ടുപോയിട്ട് ഒരു ചെറിയ ഡിഷ് നമ്മൾ വെക്കുകയാണ്. നമ്മളുടെ സാറ്റലൈറ്റിനെ ഫേസ് ചെയ്തിട്ട് അവർ നമുക്ക് അതിൻ്റെ ആംഗിളൊക്കെ തരും. ആ ആംഗിൾ കൃത്യമായിട്ട് ഇത് നമ്മൾ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുവഴി ഇൻ്റർനെറ്റ് കിട്ടും. കമ്പാരിറ്റീവ്ലി ചെറിയൊരു ഡിലേ ഉണ്ട്, പക്ഷേ ആ ഡിലേ നമുക്ക് മനസ്സിലാവില്ല. കാരണം അറ്റ് എ ടൈം നമ്മൾ ഇതെല്ലാം പോകുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ലൈവ് സ്ട്രീമിംഗ് കാണുമ്പോൾ മാത്രമാണ് ഒരു ചെറിയ ഡിലേ, അതായത് ആക്ച്വലി നടക്കുന്ന സമയം വെച്ച് നോക്കുമ്പോൾ ഇത് സാറ്റലൈറ്റിൽ ചെന്നിട്ട് സാറ്റലൈറ്റിൽ നിന്ന് നമുക്ക് ഈ നെറ്റ് കിട്ടണം. സോ അതിൻ്റേതായിട്ടൊരു ചെറിയ ഡിലേ ഇതിനുണ്ടാവുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടി പ്രത്യേകിച്ചൊരു കേബിൾ കണക്ഷൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഭയങ്കര റൂറൽ ഏരിയയിൽ നമുക്ക് ഇൻ്റർനെറ്റ് ഒന്നും ഒരിക്കലും ഫൈബർ ത്രൂവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗമോ എത്തിക്കാൻ പറ്റാത്തടത്തൊക്കെ നമുക്ക് ഭയങ്കര ദുർഘടമായുള്ള ഒരു ഏരിയകളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിനെ ആശ്രയിക്കാൻ പറ്റും. കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ എന്നിരുന്നാലും സർവീസസ് നമുക്ക് എന്തെങ്കിലും ഒരു സർവീസ് ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതൊരു വലിയ ഡ്രോബാക്ക് അല്ല, പക്ഷേ എന്നിരുന്നാലും ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഈ സാറ്റലൈറ്റ് കണക്ഷൻ. മൊബിലിറ്റിയാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. അതായത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി സ്ഥാപിക്കാം. അതിൻ്റെ ആ സാറ്റലൈറ്റുമായിട്ടുള്ള ആ ഒരു സിങ്കിങ് പ്രോപ്പറായാൽ മാത്രം മതി. ഈ സിഗ്നൽ നമുക്കൊരു ലൈൻ ഓഫ് സൈറ്റ് കിട്ടണം. ഈ ഡിഷിനും നമ്മളുടെ സാറ്റലൈറ്റിനും ഇടയിൽ ഒബ്സ്റ്റക്കിൾസ് ഒന്നും വലിയ രീതിയിലുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല, അത്രമാത്രം. അതായത് ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മൊബൈൽ യൂസബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ റൂറൽ കണക്ടിവിറ്റി ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ സാറ്റലൈറ്റ് കണക്ഷൻസ്. പോയിന്റ്സ് ഒക്കെ വായിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും.
ഈ വയർലെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വീട്ടിലുപയോഗിക്കുന്ന മോഡത്തിൽ നിന്ന് കിട്ടുന്ന വൈഫൈ വയർലെസ്സിനെ കുറിച്ചല്ല നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതൊരു പർട്ടിക്കുലർ റേഡിയോ ഫ്രീക്വൻസി, നമുക്കറിയാം FM കാണുമ്പോഴും റേഡിയോ കാണുമ്പോഴും അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മളതും ഒരു ISPയിൽ നിന്ന് തന്നെ ഇത് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ഇവിടങ്ങളിൽ അത്ര അല്ലെങ്കിലും നമുക്ക് കോർപ്പറേറ്റുകൾക്കൊക്കെ ഉപയോഗിക്കാം. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ നമ്മൾ ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തും. ആ ഫ്രീക്വൻസി സെറ്റ് ചെയ്തിട്ട് റിസീവറിന് ആ ഇൻ്റർനെറ്റ് വാങ്ങിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മൂവബിലിറ്റി തന്നെയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സിമ്പിളായിട്ട് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു റേഡിയോ ഫ്രീക്വൻസി വഴിയാണ് ഈ ഡാറ്റ ട്രാൻസ്മിഷൻസ് പോസിബിൾ ആകുന്നത്. പിന്നീടുള്ള ഒരു കണക്ടിവിറ്റിയാണ് സെല്ലുലാർ ടെക്നോളജി. സെല്ലുലാർ ടെക്നോളജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാം ഫോണിൽ കിട്ടുന്ന, നമ്മൾ സിം ഇട്ട് യൂസ് ചെയ്യുന്ന ഫോൺസിലുള്ള ആ ഇൻ്റർനെറ്റിനെയാണ് സെല്ലുലാർ കണക്ടിവിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലാനിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ഫോണിൻ്റെ നെറ്റ്വർക്ക് പ്രൊവൈഡർ നമുക്കൊരു ഇൻ്റർനെറ്റ് പ്ലാൻ തരുന്നുണ്ട്. ആ പ്ലാൻ 3G ആവാം 4G ആവാം. പണ്ട് കാലത്തൊക്കെ 2G ആയിരുന്നു, 3G ആയി 4G ആയി, ഇപ്പോൾ 5G വരെ എത്തി നിൽക്കുന്നു. എന്നിരുന്നാലും നമ്മളൊക്കെ കോമൺലി യൂസ് ചെയ്യുന്നത് 4G ആണ്. 5G സ്പെക്ട്രം അത്ര നമ്മൾ ഉപയോഗിക്കുന്നില്ല. സോ ഇങ്ങനെ നമ്മളുടെ സർവീസ് പ്രൊവൈഡർ നമ്മളുടെ ഫോൺ നെറ്റ്വർക്കിലൂടെ നമുക്ക്, ഫോൺ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോണിൻ്റെയൊക്കെ സിം ഇട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജി വഴി നമുക്ക് കിട്ടുന്ന നെറ്റ്വർക്കിനെയാണ് സെല്ലുലാർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതും ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടൊരു ടെക്നോളജിയാണ്. നമുക്ക് റോമിംഗ് ഉള്ള സ്ഥലത്ത് റോമിംഗ് ഓൺ ആക്കിയിട്ടാൽ ഇൻ്റർനെറ്റ് കിട്ടും. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടും. നമുക്ക് മറ്റു രാജ്യങ്ങളിൽ പോയാൽ അവിടുത്തെ ഇൻ്റർനാഷണൽ റോമിങ്ങിലൂടെ ഇൻ്റർനെറ്റ് കിട്ടും. അങ്ങനെ പലതരത്തിലുള്ള അഡ്വാൻറ്റേജ് ഉള്ള ഒരു ടെക്നോളജിയാണിത്. ഇതിൻ്റെ ലിമിറ്റേഷൻ, ഇതിനൊരു സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ട്. ഈ സിഗ്നൽ സ്ട്രെങ്ത് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു പർട്ടിക്കുലർ പ്രൊവൈഡറിനെ ചൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവരുടെ കവറേജ് നോക്കിയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. അതിനാൽ തന്നെ അതൊരു വലിയ ഡ്രോബാക്ക് ആണെന്ന് പറയാനും സാധിക്കില്ല. പിന്നീട് അടുത്തതായിട്ട് ഈ സെല്ലുലാർ ടെക്നോളജി പറയേണ്ടത്, ഒന്നിനൊന്നിന് ഓരോ പ്രാവശ്യവും കോമ്പറ്റേറ്റേഴ്സ് തമ്മിൽ പരസ്പരം മത്സരിക്കുന്നുള്ളതുകൊണ്ട് തന്നെ അവരുടെ എക്യുപ്മെൻറ്റ്സും അവരുടെ ഫൈബർ ടൈപ്സും എല്ലാവരും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഓരോ ISPകളും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ കറൻറ്റ്ലി ഉപയോഗിക്കുന്ന സർവീസിനേക്കാളും കൂടുതൽ സ്പീഡുള്ള അല്ലെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ്സ് ഉള്ള സർവീസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. നമുക്കറിയാം ജിയോ ഒക്കെ വന്നപ്പോൾ ഇന്ത്യയിൽ വന്ന മാറ്റം എന്താണെന്ന് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ. എല്ലാം പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതൊന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ട്രഡീഷണൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ടൈപ്സ്, മോഡേൺ ഇൻ്റർനെറ്റ് കണക്ഷൻ ടൈപ്സ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻസ് എല്ലാം തന്നെ വളരെ സ്ലോവർ ആയിരുന്നു. പക്ഷേ മോഡേൺ ഇൻ്റർനെറ്റ് കണക്ഷൻസ് എല്ലാം വളരെ ഫാസ്റ്ററാണ്, റിലയബിൾ ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, എല്ലാമാണ്. സോ മോഡേൺ ആണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രഡീഷണലിലെ 1-2 എണ്ണമൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഉപയോഗിക്കുന്നവരുണ്ട്. എന്നിരുന്നാലും അതൊരു ട്രഡീഷണൽ ടെക്നോളജീസ് ആണ്. ഏതൊക്കെയായിരുന്നു ട്രഡീഷണലിൻ്റെ അണ്ടറിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിരുന്നത്? ഡയലപ്പ് കണക്ഷൻസ്, DSL കണക്ഷൻ ആൻഡ് കേബിൾ ഇൻ്റർനെറ്റ് കണക്ഷൻ. പിന്നെ ഒന്നും കൂടി ഉണ്ടായിരുന്നു, അത് ISDN കണക്ഷൻ. ഡയലപ്പ് കണക്ഷൻസിൽ നമ്പർ ഡയൽ ചെയ്യണമായിരുന്നു. സൈമിൾട്ടേനിയസ്ലി ഫോണും ഡേറ്റ സർവീസും നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. അതിനെ ഓവർകം ചെയ്തുകൊണ്ട് പുതിയ ടെക്നോളജി വന്നു. ഡയൽ ചെയ്യേണ്ട ഇതേ ടെലിഫോണിൽ കൂടെ നമുക്ക് സൈമിൾട്ടേനിയസ്ലി കോളും ഇൻ്റർനെറ്റും എല്ലാം കിട്ടി. ഓൾവേസ് ഓൺ ഇൻ്റർനെറ്റ് എന്നാണ് DSLൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത്. പിന്നീട് വന്ന കേബിൾ ഇൻ്റർനെറ്റ്, കേബിൾ TVയുടെ ആ കൊയാക്സൽ കേബിളിലൂടെ ഇൻ്റർനെറ്റ് കിട്ടുന്നതിനെയായിരുന്നു കേബിൾ ഇൻ്റർനെറ്റ് ആക്സസ് എന്ന് പറയുന്നത്. പിന്നീട് ISDN, നെറ്റ്വർക്ക് സ്വിച്ചിങ്ങിൽ സർക്യൂട്ട് സ്വിച്ചിങ്ങിൻ്റെ ആയിട്ടുള്ള നെറ്റ്വർക്കിലൂടെ പാക്കറ്റ് സ്വിച്ചിങ് പോസിബിൾ ആക്കി, ഹൈ ക്വാളിറ്റി വീഡിയോ ട്രാൻസ്മിഷൻ പോസിബിൾ ആക്കിയാൽ ഹൈ ക്വാളിറ്റി ഇൻ്റർനെറ്റ് യൂസബിലിറ്റി പ്രൊവൈഡ് ചെയ്തിരുന്ന ഒരു സർവീസാണ് ISDN. സോ നമ്മളുടെ ട്രഡീഷണൽ കോളം കഴിഞ്ഞു. മോഡേണിൽ നമ്മൾ ബ്രോഡ്ബാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. മോഡേൺ ടെക്നോളജിയിൽ നമ്മൾ ബ്രോഡ്ബാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, സാറ്റലൈറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, വൈഫൈയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, സെല്ലുലാർ ടെക്നോളജീസ് ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ കൂടെ തന്നെ ഇതിനോടൊപ്പം തന്നെ പറയണം എന്ന് വിചാരിച്ച ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇൻ്റർനെറ്റൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഡ്യുവൽ ഹോമിംഗ്, സിംഗിൾ ഹോമിംഗ്, മൾട്ടി ഹോംഡ് കണക്ഷൻ, ഡ്യുവൽ മൾട്ടി ഹോംഡ് കണക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കണക്ഷൻ ടൈപ്സുകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇൻ ഫ്യൂച്ചർ എവിടെയെങ്കിലും കാണിക്കാം. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ഒരു ജസ്റ്റ് ഇമേജ് ഞാൻ ആഡ് ഓൺ ചെയ്ത് നോക്കാം. അതായത് സംഭവമൊന്നുമില്ല, ഒരു
എനിക്ക് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണമെങ്കിൽ ഞാൻ ഒരു പർട്ടിക്കുലർ ISP യിൽ നിന്ന് ഒരു സിംഗിൾ കണക്ഷൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സിംഗിൾ ഹോംഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ആ ISP യുടെ സർക്യൂട്ടിന് അല്ലെങ്കിൽ ഫൈബറിനോ അല്ലെങ്കിൽ കേബിളിനോ എന്തെങ്കിലും ഒരു ബ്രേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇൻ്റർനെറ്റ് കിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എൻ്റെ കമ്പനിയിലെ എൻ്റെ സർവീസ് വളരെ മികച്ചതാണ്, അതൊരിക്കലും ഡ്രോപ്പ് ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടെങ്കിൽ എനിക്ക് മറ്റു കാര്യം ചെയ്യാം. അതേ ISP യിൽ നിന്ന് വേറൊരു ഇൻ്റർനെറ്റും വാങ്ങിക്കാം. അത് വേറെ സ്ഥലത്തുകൂടെ, അതായത് ഒന്ന് വരുന്നത് ഡയറക്റ്റ് എൻ്റെ അവരുടെ ഓഫീസ് എയിൽ നിന്നാണെങ്കിൽ അടുത്ത ഫൈബർ എനിക്ക് അവരുടെ ഓഫീസ് ബിയിൽ നിന്ന് തരണം എന്ന് പറഞ്ഞ് ഞാൻ ഒരേ കസ്റ്റമർ അവരുടെ അതേ ISP യിൽ നിന്ന് തന്നെ 2 ഫൈബറിൽ ഇൻ്റർനെറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഡ്യുവൽ ഹോമിംഗ് എന്ന് പറയാം. അന്നേരം ഈ ഡ്യുവൽ ഹോമിംഗ് സിംഗിൾ ഹോമിംഗ് എന്താണെന്ന് മനസ്സിലായില്ല. അതായത് ഒരെണ്ണത്തിന് ബ്രേക്ക് ഉണ്ടായാലും എനിക്ക് മറ്റേ നെറ്റ്വർക്കിലൂടെ മറ്റേ ഫൈബറിലൂടെ അതർ ഫൈബറിലൂടെ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കി തരുന്നു. സോ ഇതിൽ വീണ്ടും ഒരു ഡ്രോബാക്ക് ഉണ്ട്. ആ ISP ക്ക് തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ ISP യുടെ മെയിൻ ഫൈബേഴ്സിൽ അല്ലെങ്കിൽ കോർ ബാക്ക് ബോൺ ഫൈബേഴ്സിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടാത്തൊരവസ്ഥ വരും. അങ്ങനെയുള്ളതിനെ ഓവർകം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ രണ്ടാമത്തെ ഫൈബർ നമ്മൾ മറ്റൊരു ISP യിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആയി. അതായത് നമുക്ക് എൻ്റെ ഫസ്റ്റ് കണക്ഷൻ ഞാൻ ISP 1 നിന്ന് വാങ്ങിച്ചു, സെക്കൻഡ് കണക്ഷൻ ISP 2 നിന്ന് വാങ്ങിച്ചു. സോ എന്തുകൊണ്ട് എനിക്ക് റിഡൻഡൻസി ഉണ്ടായി? അതായത് ഈ റിഡൻഡൻസി ഉണ്ടായത് ഫൈബർ ലെവലിലല്ല, അല്ലെങ്കിൽ ആ സർക്യൂട്ട് ലെവലിലല്ല, കമ്പനി ലെവലിൽ തന്നെ ISP ലെവലിൽ തന്നെ എനിക്ക് റിഡൻഡൻസി ഉണ്ട്. അതായത് ഈ ISP ക്ക് എന്ത് പറ്റിയാൽ പോലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ബാക്കപ്പ് ആയിട്ടുള്ള ലിങ്ക് അനദർ ISP ആണ്, അതുകൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് സ്മൂത്തായിട്ട് വർക്കാവും. ഇങ്ങനെ ഇരിക്കുമ്പോഴും ചിലപ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്, എൻ്റെ ഭയങ്കര ക്രിട്ടിക്കൽ സർവീസാണ്, ഇത് ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പേയ്മെൻറ്റ് ബാങ്കാണ്, ഈ ബാങ്കിൻ്റെ പേയ്മെൻറ്റുകളൊക്കെ പ്രോസസ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ, അങ്ങനെയുള്ള ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള സർവീസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഡ്യുവൽ മൾട്ടി ഹോമിംഗ് കണക്ഷൻസ് ആണ്. അന്നേരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരേ ISP യുടെ നിന്ന് തന്നെ 2 കണക്ഷനും അടുത്ത ISP യുടെ നിന്ന് വീണ്ടും 2 കണക്ഷൻ. അതായത് അവിടെ സർക്യൂട്ട് ലെവൽ റിഡൻഡൻസിയും ഉണ്ട്, ISP ലെവൽ റിഡൻഡൻസിയും ഉണ്ട്. അതായത് നമുക്ക് ഒരിക്കൽ തന്നെയും ഈ പോസിബിലിറ്റി ഓഫ് ഫോൾട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്കണക്ഷൻ ചാൻസസ് എന്ന് പറയുന്നത് 0.0009% ആയിരിക്കും. കാരണം എല്ലാ ടൈമിലും ഏതെങ്കിലും ഒരു സർക്യൂട്ടിലും അപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 4 സർക്യൂട്ടുണ്ട്. ആ 4 സർക്യൂട്ടിൽ ഇനി 2 ഡൗൺ ആയപ്പോലും പോസിബിലിറ്റി ഓഫ് ഫെയിലിയർ 0 ആണ്. കാരണം വീണ്ടും നമുക്ക് 2 സർക്യൂട്ടും കൂടി ഉണ്ട്. ഇതൊന്ന് ചുമ്മാ കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് BGP പഠിക്കുന്ന സമയത്ത് ഈ കണക്ഷൻ ടൈപ്സ് ഒക്കെ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ഈ പറഞ്ഞ പേരുകളിലൊക്കെ ചിലപ്പം ചെറിയ മാറ്റങ്ങളുണ്ടാവാം, ഞാൻ ഓർക്കുന്നില്ല. കാരണം അത് ഞാൻ ഇവിടെ പറയണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഇതൊരു കണക്ഷൻ ടൈപ്സിനെ കുറിച്ചൊക്കെ പഠിച്ച സമയത്ത് ഏതായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആഡ് ഓൺ ചെയ്തതെന്നേ ഉള്ളൂ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്. ബൈ.